ഹലോ ഹായ്, ഞാൻ സെലിം KKM. നമ്മുടെ ആപ്ലിക്കേഷനിൽ എങ്ങനെയാണ് നമ്മുടെ ഡാറ്റ ബാക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന വീഡിയോ. ബാക്കപ്പ് ചെയ്യുന്നതും റീസ്റ്റോർ ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്മളിതിൽ നമ്മുടെ ആപ്പിൽ നമ്മുടെ ഈ പേയ്മെൻറ്റ് റിസിപ്റ്റിൽ നമ്മൾ ഒരുപാട് ഡാറ്റകൾ കൊടുക്കുന്നുണ്ട് അല്ലേ. പേയ്മെൻറ്റിൽ നമ്മുടെ എക്സ്പെൻസുകൾ നമ്മൾ മാനേജ് ചെയ്യാറുണ്ട്. പിന്നെ പല എല്ലാത്തിലും ബില്ലിങ് എല്ലാ റെസിപ്റ്റിലും നമ്മൾ വരുമാനങ്ങൾ ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. ഇതൊക്കെ റിപ്പോർട്ടിൽ നമുക്ക് ഈ ട്രാൻസാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കാണാനും പറ്റുന്നുണ്ട്. സപ്പോസ് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് നമ്മുടെ സേവ് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ വേറെ പുതിയ ഫോണിലേക്ക് നമ്മുടെ വീണ്ടും ആപ്ലിക്കേഷൻ കയറ്റേണ്ടി വന്നു. പക്ഷേ നമ്മുടെ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഇതിൽ കൊടുത്തിട്ടുള്ള ഡാറ്റ നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ ഈ ഡാറ്റ എങ്ങനെയാണ് നമ്മൾ ബാക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്, അത് റീസ്റ്റോർ ചെയ്യേണ്ട വീഡിയോ ആണ് കാണിക്കുന്നത്. ഓക്കെ, നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യം സെറ്റിങ്സിൽ പോകുക. ഈ മേൽ കാണുന്നില്ലേ, വലതുവശത്ത് കാണുന്ന ഈ മേലെ കാണുന്ന ഈ ബട്ടൺ, സെറ്റിങ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം ഡാറ്റ ബാക്കപ്പ്. ജസ്റ്റ് ഡാറ്റ ബാക്കപ്പ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഡാറ്റ ബാക്കപ്പ് ക്ലിക്ക് ചെയ്തപ്പോൾ ഗൂഗിൾ ഡ്രൈവ് എന്ന് കാണിക്കും. ജസ്റ്റ് ഓക്കെ അടിക്കുക. ഗൂഗിൾ ഡ്രൈവ് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള മെയിൽ, ഞാൻ ഓൾറെഡി ഇതിൽ 3 മെയിൽ ഐ ഡി ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന മെയിൽ ഐ ഡി ഏതിലേക്കാണോ ഡാറ്റ ബാക്കപ്പ് ചെയ്യേണ്ടത് ആ മെയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, അത് കോപ്പി ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് സക്സസ് ആയ ഒരു ടൂൾ മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ആപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ആപ്ലിക്കേഷൻ ഞാൻ എന്ത് ചെയ്തു, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, ആപ്പ് പോയി. ഇനി ഞാൻ വീണ്ടും സേവ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാണ്. പ്ലേ സ്റ്റോറിൽ പോകുന്നു, സേവ് ആപ്പ് എന്ന് അടിക്കുന്നു. അപ്പോൾ സേവ് മൈ പേഴ്സണൽ ആപ്പ്. ഓക്കെ, ഞാനിത് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു കേട്ടോ. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ, ആപ്ലിക്കേഷൻ ഞാൻ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്തു. ഞാൻ ഇനി ഇതാ ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ. സേവ് ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ഫോൺ നമ്പർ അടിക്കുന്നു. ആപ്പ് ഓപ്പൺ ചെയ്തു. ഇനി നോക്ക്, പേയ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ഡാറ്റകളൊന്നും അവിടെ കാണുന്നില്ലല്ലോ. റിപ്പോർട്ടിൽ പോയി നോക്ക്, ട്രാൻസാക്ഷൻ ക്ലിക്ക് ചെയ്ത് അവിടെ നമ്മൾ ഡാറ്റ ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മളെ ആപ്പിൽ ചെയ്ത് വെച്ച ആ ഡാറ്റകൾ നമുക്ക് എന്ത് ചെയ്യണം, ഇതിലേക്ക് വീണ്ടും റീസ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും മേലെ കാണുന്ന ആ സെറ്റിങ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. റീസ്റ്റോർ യുവർ ഡാറ്റ കണ്ടില്ലേ, റീസ്റ്റോർ യുവർ, ജസ്റ്റ് ഒന്ന് അവിടെ ക്ലിക്ക് ചെയ്യുക. ഫ്രം ഗൂഗിൾ ഡ്രൈവ് എന്ന് കാണിക്കുന്നു. ജസ്റ്റ് ഓക്കെ അടിക്കുന്നു. അപ്പോൾ നേരത്തെ ഞാൻ ചെയ്തു വെച്ചത്, ഞാൻ 2 പ്രാവശ്യം ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ കൊടുത്ത മെയിൽ ഐ ഡി, ഏത് മെയിൽ ഐ ഡിയിലാണോ ചെയ്തു വെച്ചാൽ ആ മെയിൽ ഐ ഡി കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഓക്കെ ബട്ടൺ നിൽക്കുന്നു. ഞാൻ ഈ നേരത്തെ കൊടുത്ത ആ മെയിൽ ഐ ഡി ഞാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡാറ്റ റീസ്റ്റോർഡ്. ഇനി നമുക്ക് പേയ്മെൻറ്റിൽ പോയി നോക്കാം. കണ്ടില്ലേ, ഞാൻ നേരത്തെ ഇതുവരെ ചെയ്തു വെച്ച എല്ലാ ഡാറ്റയും അതിലിതാ കിടക്കുന്നതാണ് ട്രാൻസാക്ഷൻ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ സേവ് ആപ്പിൽ നമ്മുടെ ഡാറ്റ ബാക്കപ്പ് ചെയ്യുന്നതും റീസ്റ്റോർ ചെയ്യുന്നതും ഉള്ള വീഡിയോ. ഓക്കെ, എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. Okay, thank you, bye.